ഗുഡ് ഈവനിങ്. നമ്മുടെ ഈ സെക്ഷനിൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ നമ്മുടെ സെക്കൻഡ് റിവിഷൻ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ആ ഒരു കോമൺ എഫക്ട്, ദെൻ ഡിഫ്രാക്ഷൻ, ദെൻ ബോർ ആറ്റം മോഡൽ അത്രയും കിട്ടുന്ന പോലെ ടൈം ടേബിൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ ടോപ്പിക്സ് അല്ലേ. ഓക്കെ, നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ സെക്ഷൻ കൂടി ഇന്നത്തിലോട്ട് മാറ്റിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കഷൻസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു സെക്കൻഡ് കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്താണ് നമുക്ക് കോംപ്റ്റൻ എഫക്ട്, ദെൻ ഡിഫ്രാക്ഷൻ, പിന്നെ അതിൽ നമുക്ക് എന്താ ബോർ ആറ്റം മോഡലിനെ കുറിച്ചൊക്കെ കോൺസെപ്റ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ബോർ ആറ്റം മോഡൽ നമുക്ക് അത്യാവശ്യം നമ്മൾ നോക്കിയിരിക്കുന്ന ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ തന്നെ കോംപ്റ്റൻ എഫക്ട്, ഓക്കെ, പിന്നെ ഡിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിനകത്ത് നോക്കിയിരിക്കുക. കാരണം ആ ഒരു ടോപ്പിക്ക്, ഓക്കെ, ആ ഒരു ടോപ്പിക്ക് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. പിന്നെ പ്രോബ്ലം സെക്ഷനിൽ അതിലൊക്കെ ആ ഒരു ടോപ്പിക്സിന് എന്തുണ്ട്, പ്രോബ്ലം സെക്ഷനിലും പിന്നെ അതുപോലെ നമ്മുടെ ഡെറിവേഷൻസിലും, ഓക്കെ, ഡെറിവേഷൻ സ്പേസ് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസിലും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ് ഈ കോമൺ എഫക്റ്റും പിന്നെ അതുപോലെ തന്നെ ഈ ബോർ ആറ്റം മോഡലിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിച്ചതല്ലോ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കാണും. അവിടെ നമ്മുടെ ഒരു കോമൺ എഫക്റ്റും ഇതിന് അതിന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഓക്കെ, നിങ്ങളുടെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായാലും ഒരു എസ് എ ക്വസ്റ്റ്യൻ കൂടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരു എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ വന്ന ഒന്ന് കേസ് നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു കോംപ്റ്റൻ എഫക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇതാണ് കോംപ്റ്റൻ എഫക്റ്റിനെ കുറിച്ച് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാ വരുന്നത്, അതിൽ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ വരുന്നുണ്ട്. ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഗ്സ് ലോഡ് ഇക്വേഷൻസിലെ, ഓക്കെ, ബ്രാഗ്സ് ലോഡ് ഇക്വേഷൻസും, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക് നമുക്ക് അവിടെ നിൽക്കുന്നത്. ഓക്കെ, എല്ലാം ഈക്വൽ ടു 2d sin θ. അപ്പൊ നമ്മുടെ ആ ഒരു സോൾ സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് സോൾ സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ അവിടെ ആ ഒരു ബ്രാഗ്സ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ലാംഡ ഡിറ്റർമിൻ ചെയ്യുന്നതും, ഓക്കെ, അപ്പോൾ ആ ഒരു ഡി സ്പേസിംഗ് എടുക്കുന്നതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അത് കറക്റ്റ് 100% നമുക്ക് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മുടെ ആ ഒരു ആ ടോപ്പിക് നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഈ കോമൺ എഫക്റ്റിന്റെയും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ മെയിൻലി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഒരു ഇതിനെ കുറിച്ചിട്ട് കോംപ്റ്റൻ എഫക്റ്റിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ആ ബോർ ആറ്റം മോഡലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളും പ്രത്യേകിച്ച് എന്ത് ചെയ്യും, ഡെറിവേഷൻസ് ചോദിക്കും. ഓക്കെ, ഡെറിവേഷൻസ് ചോദിക്കാം. ആ ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എങ്ങനെ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കോംപ്റ്റൻ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, എങ്ങനെയാണ് ഒരു കോമൺ എഫക്റ്റ് വരുന്നതെന്ന്. ഓക്കെ, പിന്നെ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ടോപ്പിക്സ് മെയിൻലി വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു കോംപ്റ്റൻ എഫക്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത് കോംപ്റ്റൻ എഫക്റ്റിൽ. നമ്മുടെ ഒരു കോംപ്റ്റൻ എഫക്റ്റിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം എന്താണ് കോംപ്റ്റൻ എഫക്റ്റ്. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യനിലും അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ കോംപ്റ്റൻ എഫക്റ്റ് എന്താണ്, വാട്ട് യു മീൻ ബൈ കോംപ്റ്റൻ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എസ് എ മാത്രം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ 1 വേർഡ് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കോംപ്റ്റൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു കോംപ്റ്റൻ എഫക്റ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പറയുന്നത് ദാറ്റ് ഈസ് നമ്മൾ ഈ ഒരു കോമൺ എഫക്റ്റ് നോക്കുന്ന സമയത്ത് അവിടെ എന്തിനുണ്ട്, ഒരു റെസ്റ്റിലിരിക്കുന്ന എന്തുണ്ട്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ എന്തായിരിക്കും അവിടെ വിച്ച് ഈസ് ഓൺ റെസ്റ്റ്. ഓക്കെ, ഇലക്ട്രോൺസ് അവിടെ എന്തായിരിക്കും റെസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഇൻസിഡിങ് എ ഫോട്ടോൺ. ഓക്കെ, ഒരു ഫോട്ടോൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോൺ കൊണ്ട് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്റേ ഫോട്ടോൺ ആണ്. ഓക്കെ, എന്ത് ഫോട്ടോൺ ആണ്, എക്സ്റേ ഫോട്ടോൺ. അപ്പോൾ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള എക്സ്റേ ഫോട്ടോൺ കൊണ്ട് നമ്മൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫോട്ടോൺ ഹിറ്റ് ചെയ്യാണ്, ഇലക്ട്രോൺ റെസ്റ്റിലായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നതിൽ നമുക്ക് ഇതിന് പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു വേവ് ലെങ്ത് കാണാൻ പറ്റും. അതായത് ഇപ്പൊ ലാംഡ എന്ന് പറയുന്ന രീതിയിലൊരു വേവ് ലെങ്ത് പുറത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ. ഓക്കെ, അതായത് ഇതിനെക്കാട്ടി ഹയർ വേവ് ലെങ്തിലുള്ള ഒരു വേവ് ലെങ്ത് കൂടിയ ഒരു റേഡിയേഷൻ കൂടി എന്ത് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോംപ്റ്റൻ എഫക്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്ത് ചെയ്യുന്നു, ലാംഡ എന്നും ഞാൻ അതുപോലെ തന്നെ ഡി ലാംഡ എന്ന് പറയുന്ന ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു
എക്സ്ട്രാ വേവ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ സാധാരണ ഇപ്പോൾ ഒരു കൊളിഷൻ നടക്കുന്ന സമയത്ത് കൊളിഷൻ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന മീൻസ് എന്തായിരിക്കും ഉള്ളതിനെക്കാട്ടി കുറച്ചൊരു വേവ് ലെങ്ത് കാണേണ്ടത്. പക്ഷെ ഇവിടെ എന്താ കണ്ടത് വി ഹാഡ് ഒബ്സർവ്ഡ് എ ഹയർ വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ അതായത് ദാറ്റ് ഈസ് ദ എക്സ്റേ ദ സ്പെക്ട്രം ഓഫ് എക്സ്റേ സ്കാറ്റേർഡ് ഫ്രം ദ ഗ്രാഫൈറ്റ് ബ്ലോക്ക്. അപ്പൊ നമ്മളിവിടെ വയ്ക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ഗ്രാഫൈറ്റ് ബ്ലോക്ക് ആണ്. ഗ്രാഫൈറ്റ് ബ്ലോക്കിലുള്ള ഇലക്ട്രോൺ നമ്മൾ എന്ത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഒബ്സർവ് ദാറ്റ് ടു ഇന്റൻസിറ്റി കണ്ടെയ്ൻസ് ടു ഇന്റൻസിറ്റി പീക്സ്. ഓക്കെ, എന്താണ് ടു ഇന്റൻസിറ്റി പീക്സ്. ഓക്കെ, ടു ഇന്റൻസിറ്റി പീക്സ് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഒന്നെന്ന് വെച്ചത് ദാറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ വേവ് ലെങ്ത്, അതായത് ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത്. ഓക്കെ, അത് നമ്മൾ സെൻഡ് ചെയ്ത വേവ് ലെങ്ത് ആണ്, സെൻഡ് ചെയ്ത എക്സ്ട്രാ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേവ് ലെങ്ത് നമ്മൾ ഒബ്സർവ് ചെയ്തു. പിന്നെ എന്തുകൂടി ഒബ്സർവ് ചെയ്തു, വി ഒബ്സർവ് ഓൾസോ ലോങ്ങർ വേവ് ലെങ്ത് ദാറ്റ് ബൈ ദ എന്താ ഈ വന്നതിനെക്കാട്ടിയും കുറച്ച് ഹയർ വേവ് ലെങ്ത്. ഇപ്പൊ കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറെ പ്രശ്നം വരും. കാരണം ഇവിടെ അബ്സോർവ് ചെയ്തെന്നോ അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തോ നമുക്ക് എന്ത് ചെയ്യാം അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അതല്ല സംഭവിച്ചത്. ഇവിടെ എന്താ സംഭവിച്ചത്, വന്നതിനെക്കാട്ടിയും കൂടുതൽ വേവ് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഒബ്സർവ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെറിവേഷൻസ് നമ്മൾ ആ ഒരു ബേസിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, അപ്പൊ ഈ ഒരു ഷിഫ്റ്റ്, ഓക്കെ, അതായത് വേവ് ലെങ്തിൽ ഉണ്ടായ ഷിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ എന്നാണ്? എത്രത്തോളം വേവ് ലെങ്തിൽ ആ ഒരു ഷിഫ്റ്റ് വന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മെയിൻലി നമ്മുടെ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു കോംപ്റ്റൻ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ കോംപ്റ്റൻ എഫക്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്, അത് കേസ് ഓഫ് കോംപ്റ്റൻ എഫക്റ്റ് വി വർ ഡിസ്കസിങ് അബൌട്ട് ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് വരുന്നത്. അവിടെ ഉണ്ടായ ആ ഒരു ലാംഡ, ഓക്കെ, ലാംഡയിലുണ്ടായ ഷിഫ്റ്റ് എങ്ങനെ വന്നു, എന്ത് ഷിഫ്റ്റ് ആണ് വന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെറിവേഷൻ ഞാൻ ഷോർട്ട് പറയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം എന്നാലും ഒന്ന് ബ്രീഫ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ആ ഒരു വേവ് ലെങ്തിന്റെ കേസ് നമുക്ക് എന്ത് അവിടെ വരുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മളിപ്പോ മൊമെന്റം കൺസർവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ട് ഡെറിവേഷൻസ് കൊണ്ടുവരുന്നത് എന്തിന്റെ ബേസിസിലാണ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, അപ്പൊ മൊമെന്റം കൺസർവേഷന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഇക്വേഷൻസ് അവിടെ എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ പറയുന്നത് നമുക്കിപ്പോ ഇൻസിഡന്റ് ചെയ്ത ഒരു പാർട്ടിക്കിൾ എന്തുണ്ട് മൊമെന്റം ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോണോടെ റെസ്റ്റിലായിരുന്നു. ഓക്കെ, ഇലക്ട്രോണോടെ റെസ്റ്റിലായിരുന്നു, ബട്ട് ഇൻസിഡന്റ് ചെയ്ത പാർട്ടിക്കിൾ എന്തുണ്ട് അവിടെ ഒരു മൊമെന്റം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് ചെയ്ത പാർട്ടിക്കിളിന്റെ മൊമെന്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, that is p എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ p മീൻസ് എന്താണ്, ഇറ്റ് ഈസ് ദ മൊമെന്റം ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ. അതായത് ഇവിടെ വന്ന ഈ ലാംഡ എന്ന് പറയുന്ന എക്സ്റേ ആ ഒരു ഫോട്ടോൺ ഉണ്ടായ മൊമെന്റം ആണ് p എന്ന് പറയുന്ന മൊമെന്റം, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഇലക്ട്രോൺ റെസ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ the momentum before reaction and after reaction എന്തായിരിക്കണം അവിടെ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തായിരിക്കണം, മൊമെന്റം ഷുഡ് ബി ഈക്വൽ. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ എന്താണ് മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ പി ഈസ് ഈക്വൽ ടു പി ഡാഷ് പ്ലസ് പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ ഒരു ലാംഡ വേവ് ലെങ്ത് വന്ന് ഹിറ്റ് ചെയ്ത സമയത്തുള്ള മൊമെന്റം ആണ് പി. അവിടെ നമുക്ക് പി പ്ലസ് 0 വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഇലക്ട്രോൺ റെസ്റ്റിലായിരുന്നു. ഇവിടെ കൊളിഷൻ നടന്നതിന് ശേഷം പി ഡാഷ് എന്നും പ്ലസ് പി എന്ന് പറയുന്നത് മൊമെന്റം മാറിയിട്ടുണ്ട്. അതായത് ഈ പി ഡാഷ് എന്ന് പറയുന്നത് ഈ കൊളിഷന് ശേഷം അവിടെ ഉണ്ടായ ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഒരു ഫോട്ടോൺ ഉണ്ട്. ആ ഫോട്ടോണിന്റെ മൊമെന്റം ആണ് എന്ത് പറയുന്നത് പി ഡാഷ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ്സ് ദ മൊമെന്റം അക്കോർഡിംഗ് ടു ദ റിലേറ്റഡ് ടു ദ ഇലക്ട്രോൺ. ഓക്കെ, കാരണം ഇലക്ട്രോൺ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്നല്ലോ, ഈ റെസ്റ്റിലിംഗ് ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ആ പോകുന്ന നമ്മൾ എന്ത് പറയുന്നത് ആ ഒരു ക്യാപിറ്റൽ പി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യും. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് പി ഈസ് ഈക്വൽ ടു പി ഡാഷ് p minus p dash. ഓക്കെ, p minus p dash. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ പിയും സ്മോൾ പി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിപ്പോൾ. അപ്പോൾ 1-2 തവണ ഒന്ന് എഴുതി പഠിച്ചതിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇന്ത്യൻ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നാൽ കുറച്ചുകൂടി എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ പി സ്ക്വയർ എടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു p minus p dash the whole square. ഓക്കെ, എന്താണ് p minus p dash the whole square. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് p സ്ക്വയർ പ്ലസ് p dash സ്ക്വയർ മൈനസ് 2 into p into p dash. ഓക്കെ അല്ലേ? ഓക്കെ, while expand this equation we are getting p square plus p dash square plus p dash square minus 2p into p dash എന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻ ഉണ്ട്. എന്തുണ്ട്, മൊമെന്റത്തിന് നമുക്ക് റിലേഷൻ ഉണ്ട്. മൊമെന്റത്തിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് p is equal to h by cv. ഓക്കെ, അതായത് p is equal to h
ന്യൂ ബൈ സി. ഓക്കെ, എച്ച് ബൈ സി അല്ല, പി സിക്വൽ എച്ച് ന്യൂ ബൈ സി നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റത്തിന്റെ റിലേഷൻ ഉണ്ട്. ഇ സിക്വൽ എച്ച് ന്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എന്ത് എടുക്കുന്നതാണ്, ഇ സിക്വൽ ടു പി സി റിലേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് ഇ സിക്വൽ ടു പി സി റിലേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എടുക്കുന്ന റിലേഷൻ ആണ് ഇ സിക്വൽ എച്ച് ന്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിലേഷൻ കൊണ്ടുവരാൻ പറ്റും. That is P is equal to h nu by c എന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കൺവേർട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിലൊരു കൊസൈൻ ആംഗിൾ കൊണ്ടുവരുന്നുണ്ട്. കൊസൈൻ ആംഗിൾ വേറൊന്നുമല്ല, അവിടെ ചെയ്യുന്ന സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ അതായത് രണ്ട് കേസും ഒന്നിച്ച് വരുമ്പോൾ പിയും പി ഡാഷും രണ്ട് വെക്ടേഴ്സ് വരുന്നുണ്ട്. പി എന്ന് വെച്ചാൽ നമ്മുടെ സ്കാറ്റർ ചെയ്ത് പോകുന്ന വരുന്ന വരുന്ന ഫോട്ടോന്റെ എന്താ വേവ് ലെങ്ത്, സോറി മൊമെന്റോ. പി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, അവിടുന്ന് സ്കാറ്റർ ചെയ്ത് പോകുന്ന ഫോട്ടോന്റെ മൊമെന്റോ ആണ്. ഓക്കെ, അതാണ് പിയും പി ഡാഷും, സ്മോൾ പിയും പി ഡാഷും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ കൊസൈൻ ആംഗിൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് പി സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, പി സ്ക്വയർ സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സ്ക്വയർ പ്ലസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എച്ച് ന്യൂ ഇൻറ്റു എച്ച് ന്യൂ ഡാഷ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, റിസൾട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അതായത് ഈ ഒരു റിലേഷൻ നമ്മൾ കൊണ്ടുവന്ന എന്തിന്റെ ബേസിലാണ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ കോമൺ എഫക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവരിക. ഞാൻ തൽക്കാലം ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ നോട്ടിലെല്ലാം ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻ നമ്പർ എ എന്ന് മാത്രം ഇതുണ്ട് അവിടെ കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ കൊടുത്തു. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ആദ്യം നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മൊമെന്റം വെച്ച് നമ്മൾ എടുത്തു. ഇനി സെക്കൻഡ് കേസ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബിഫോർ റിയാക്ഷനും ആഫ്റ്റർ റിയാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, എനർജി കൺസർവേഷൻ എടുക്കണം. ഓക്കെ, എന്താണ് എനർജി കൺസർവേഷൻ. ഓക്കെ, അപ്പൊ എനർജി കൺസർവേഷൻ എടുക്കുന്നു. അപ്പൊ എനർജി കൺസർവേഷൻ എടുക്കുമ്പോൾ നമുക്ക് ബിഫോർ റിയാക്ഷനും ആഫ്റ്റർ റിയാക്ഷനും എന്താണ്, അവിടെ എനർജിയുടെ കേസ് നോക്കുവാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു റെസ്റ്റിംഗ് ഇലക്ട്രോണിനെ സംബന്ധിച്ചും അതിന് എന്തുണ്ടാവും, റെസ്റ്റ് മാസ് ഉള്ള കാരണം ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വന്ന് വീഴുന്ന ഫോട്ടോണിന്റെ എനർജി നമ്മൾ എച്ച് ന്യൂ എന്ന് വിളിക്കുവാണ്. പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റിലിരിക്കുന്ന ആ ഒരു ഇലക്ട്രോൺ എനർജി ഉണ്ട്, അത് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. എം ഈസ് ദ റെസ്റ്റ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എച്ച് ന്യൂ പ്ലസ് എം സി സ്ക്വയർ കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ബാക്കി എന്ത് ചെയ്യണം, എച്ച് ന്യൂ ഡാഷ് പ്ലസ് സ്കാറ്റർ ചെയ്ത ഇലക്ട്രോണിന്റെ ആ ഒരു കേസ് റെസ്റ്റ് മാസ് എനർജി പ്ലസ് പിന്നെ എന്താണ് അവിടെ മൊമെന്റം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പി സി സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്, ഹോൾ റേസ് ടു 1/2. ഓക്കെ, റൂട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, റിസൾട്ടന്റ് ആയിട്ടാണ് റൂട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് അതിനെ സ്ക്വയർ ചെയ്യും. ഓക്കെ, രണ്ട് സ്കെയിൽ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ റിലേഷൻ വരും. ഓക്കെ, അതായത് പി സ്ക്വയർ സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എല്ലാ പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് എന്ത് കിട്ടും, 2m c സ്ക്വയർ ഇൻറ്റു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് എഴുതുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ എയും ബിയും രണ്ടിന്റെയും LHS പാർട്ട് ഈക്വൽ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി കൻ ഇക്വേറ്റ് ദ RHS പാർട്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് പാർട്ട് നമ്മൾ അവിടെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹെച്ച് ഒക്കെ ക്യാൻസൽ ആയി പോയിട്ട് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. ഇതിന് ശേഷം റിലേഷൻ എഴുതുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ വെച്ചാൽ ന്യൂ മൈനസ് ന്യൂ ഡാഷ് is equal to h new into new dash എന്നിട്ട് into 1 minus cos theta divided by mc square. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഫ്രീക്വൻസി ടേംസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, വേവ് ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി അല്ലേ, അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിൽ റിലേറ്റഡ് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ന്യൂ ഇസ് ഈക്വൽ ടു c by lambda. ഓക്കെ, എന്താണ് ന്യൂ ഇസ് ഈക്വൽ ടു c by lambda. By using the equation we can substitute here. Okay, അപ്പോൾ ന്യൂവിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റിയതിനു ശേഷം കിട്ടുന്ന റിസൾട്ട് ആണ് that is lambda delta lambda which is equal to lambda dash minus lambda which is equal to h by mc into 1 minus cos theta. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തിന്റെ ഇക്വേഷൻ പറയുന്നത്, കോംപ്റ്റൺ ഷിഫ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ, കോംപ്റ്റൺ ഷിഫ്റ്റിന്റെ ഇക്വേഷൻ. അപ്പോൾ h by mc എന്ന് വെച്ചാൽ എന്താണ്, അത് അവിടുത്തെ നമുക്ക് എന്ത് പറയാം, അതിന്റെ കോംപ്റ്റൺ വെയിൽ എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ h by mc കാരണം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു വാല്യൂ നമുക്ക് അവിടെ ഏതാണ്ട് ഒരു നിയർലി ഈക്വൽ ടു 2.4 into 10⁻⁻⁻10 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. എന്തിന്റെ വാല്യൂ, കോംപ്റ്റൺ വെയിൽ ലെങ്തിന്റെ വാല്യൂ. മനസ്സിലായോ?
ഇതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് വേരിയൻസിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഡെൽറ്റ ഡാഷ് മൈനസ് ഡെൽറ്റ, ഓക്കെ, ഡെൽറ്റ ഡാഷ് മൈനസ് ഡെൽറ്റ മീൻസ് അവിടെ എത്രത്തോളം ഷിഫ്റ്റ് വരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ആ നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കോമ്പൻ എഫക്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്, ദാറ്റ് ഈസ് അബൌട്ട് ദ കോമ്പൻ എഫക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, എവിടെയും ഡെറിവേഷൻ ചെയ്യാൻ സ്റ്റെപ്സ് മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ഒന്നുകൂടി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ ചോദിക്കട്ടെ എന്നാലും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഒരു കോമ്പൻ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, there is X-ray of wavelength 0.10 nanometer are scattered from a block of carbon. What will be the wavelength of X-ray scattered at first 0 degree, 90 degree and 180 degree? അതായത് നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റേ വേവ്ലെങ്ത് ഉണ്ട് 0.140 നാനോമീറ്റർ സ്കെയിലുള്ള ഒരു വേവ്ലെങ്താണ് എന്ത് ചെയ്തത്, അവിടെ ഒന്ന് ഹിറ്റ് ചെയ്ത്. എവിടെ ഹിറ്റ് ചെയ്തത്, നമ്മുടെ ആ ഒരു കാർബൺ ബ്ലോക്കിൽ, ഓക്കെ, ഗ്രാഫൈറ്റ് ബ്ലോക്കിൽ എന്ത് ചെയ്തു, അവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഹിറ്റ് ചെയ്ത സമയത്ത് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, സ്കാറ്ററിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാറ്റർ ചെയ്ത് പോയ ആ ഒരു എക്സ്റേയുടെ എന്ത് ഡിറ്റർമിൻ ചെയ്യണം, വേവ് ലെങ്ത് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ബട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, 3 ലാംഡ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ, എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞില്ലേ, ആ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താ ഇക്വേഷൻ, ദാറ്റ് ഈസ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഓർ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം, h by mc. ഓക്കെ, h by mc ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ചിലപ്പോൾ കോസ് തീറ്റ എന്നോ കോസ് ഫൈ എന്നോ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്ത് തന്നെയായാലും അവിടെ ആംഗിൾ എന്നൊരു മീനിങ്ങേ ഉള്ളൂ, വേറെ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷനും ഇല്ല. ജസ്റ്റ് എന്താണ്, സ്കാറ്റർ ചെയ്ത് പോകുന്ന ആംഗിൾ എന്നൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഫൈ എന്നോ തീറ്റ എന്നോ പഠിച്ചത് രണ്ടും എന്തിനാണ്, ജസ്റ്റ് ആംഗിൾ. ഓക്കെ, അവിടെ ആംഗിൾ എന്നൊരു മീനിങ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ നോക്കാം. ഇതിൽ നമുക്കിപ്പോൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ലാംഡ ഡാഷ് ആണ് കേട്ടോ. എന്താണ്, ലാംഡ ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്മൾ അതോട്ട് മാറ്റുക. ദാറ്റ് ഇസ് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ എന്തായിട്ട് മാറും, ലാംഡ പ്ലസ് എന്നായിട്ട് മാറും. ലാംഡ പ്ലസ് h by mc ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, 1 മൈനസ് കോസ് തീറ്റ. ഇനി എന്ത് ചെയ്താൽ മതി, ഓരോ തീറ്റ വാല്യൂസ് കൊടുത്താൽ മതി. ഈ ലാംഡ എന്താണ്, ദാറ്റ് ഇസ് ദ ഒറിജിനൽ വേവ് എന്താണ്. ഓക്കെ, അവിടെ ഹിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്റേ എന്താണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ എടുത്ത് എഴുതുക ഫസ്റ്റ് തന്നെ. ലാംഡ ഇസ് ഈക്വൽ ടു 0.140 നാനോമീറ്റർ ആണ്. നാനോമീറ്റർ സ്കെയിലിൽ തന്നെ നമുക്ക് ആൻസർ എടുത്താൽ മതിയല്ലോ, കാരണം വേവ് ലെങ്ത് തന്നെയല്ലോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിന് വേറെ കൺവേർഷൻസ് ചെയ്യേണ്ട, നാനോമീറ്റർ സ്കെയിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ 0 കോസ് 0 എത്രയാണ്, കോസ് 0 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 എന്തായി പോകും, 0 ആയിട്ട് പോകും. ഓക്കെ, 1 മൈനസ് 1 0 ആവും. അപ്പോൾ h by mc ഇൻറ്റു 0 ആയിട്ട് പോകുന്നുണ്ട്. ബാക്കി എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ, ലാംഡ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ 0 ഡിഗ്രി, ഓക്കെ, അവിടെ കറക്റ്റ് ആയിട്ട് വന്നാണ് വീഴുന്നതെങ്കിൽ, ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ്, അതായത് ആംഗിൾ ഒന്നും ഇല്ലാതെ നേരിട്ടൊന്ന് വീഴുന്നുണ്ടെങ്കിൽ അവിടെ സ്കാറ്ററിംഗ് സംഭവിക്കത്തില്ല. എത്രയും കിട്ടുന്നത്, ദാറ്റ് ഇസ് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ തന്നെയാണ്. എത്രയാണ്, ദാറ്റ് ഇസ് 0.140 നാനോമീറ്റർ. മനസ്സിലായോ, 0.140 നാനോമീറ്റർ. കാരണം ഡയറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു എത്ര ഇടുന്നുണ്ട്, തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഇനി ഇതേപോലെ നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദാറ്റ് ഇസ് ബി പാർട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആയിട്ട് നമുക്ക് ഡെൽറ്റ ലാംഡ. ഓക്കെ, ഡെൽറ്റ ലാംഡ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര ഇടാം, ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് h by mc. അപ്പോൾ എത്രയാണ് വരുന്നത്, h by mc ഇൻറ്റു 1 മൈനസ് കോസ് 90. ഓക്കെ, കോസ് 90 വരണം. അപ്പോൾ കോസ് 90 എത്രയാണ്, കോസ് 90 0 അല്ലേ, കോസിന്റെ 90 വാല്യൂ എത്രയാണ്, 0 വരും. അപ്പോൾ ഈ ടേം അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈം പോകുക മീൻസ് ഇതൊന്ന് ക്യാൻസൽ ആയി പോകും, 0 ആയിട്ട് പോകും. ബാക്കി h by mc മാത്രമേ ഉള്ളൂ. അപ്പോൾ 0.140 പ്ലസ് h by mc എത്ര കിട്ടും, h by mc എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 2.425 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 അല്ലേ, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞായിരുന്നു. ഓക്കെ, 2.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 ആണ്. നിങ്ങൾ അതൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലത് കേട്ടോ. അത് കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ടേ, അങ്ങനത്തെ ഒന്നുകൊണ്ട് കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് വരുന്നില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന്
കാണാതെ പഠിച്ചു വെക്കുക, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. കാരണം നമുക്ക് അല്ലെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ അത്തരം വാല്യൂസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഇടുന്നുണ്ട്, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി. ആഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് യൂണിറ്റ് കൺവേർഷൻ വേണ്ടി കറക്റ്റ് ആക്കുക. നാനോമീറ്റർ ആണ്, നാനോമീറ്റർ സ്കെയിലോട്ട് മാറ്റുക. ഇതിനെ നാനോമീറ്ററിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫൈനൽ ആൻസർ ചെയ്തോണം കേട്ടോ. ചെയ്യുന്ന സമയം നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് 0.1421 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് 0.1421 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ലാംഡ ഡാഷ് എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1421 നാനോമീറ്റർ. ഓക്കെ, അടുത്ത ബി പാർട്ട് സി പാർട്ട് ക്വസ്റ്റ്യൻ. 180 ഡിഗ്രി. 180 ഡിഗ്രി മീൻസ് എത്ര വരും, -1 അല്ലേ വരുന്നത്. കോസ് പൈയുടെ വാല്യൂ എത്രയായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ -1 വരുന്ന സമയത്ത് എങ്ങനെയാണ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -1 വരും 180 വരുമ്പോൾ. അപ്പോൾ ഇവിടെ 1 -1 വരത്തില്ലേ, 1 -1 വരും. ഓക്കെ, അപ്പോൾ അത് -2 ആയിട്ട് മാറും. ഓക്കെ, -2 ആയിട്ട് മാറും. സോറി, മൈനസ് പ്ലസ് ആവും. അപ്പോൾ എന്താവും, 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ എങ്ങനെ വരും, ദാറ്റ് ഈസ് 2h/mc കിട്ടും. ഓക്കെ, എത്രയാണ്, ദാറ്റ് ഈസ് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2h/mc. ഓക്കെ, 2h/mc. അപ്പോൾ ഇതിലൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഫൈനലി വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഡാഷിൻ്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ 0.145 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്, 0.145 നാനോമീറ്റർ. മനസ്സിലായോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എല്ലാ വാല്യൂസും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മുടെ പ്രീവിയസ്ലി നോക്കി അതിനകത്ത് ഇത്തരം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്, ഇതേപോലത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. മിക്കപ്പോഴും ഈ ഒരു കോമ്പറ്റീഷൻ ഷിഫ്റ്റിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ആദ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാം. എന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ല, ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അത് ഡൗട്ട് ഉള്ളവർ അത് പേഴ്സണലി എന്ത് ചെയ്യാം, ചോദിക്കാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് കാറ്റഗറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കോളൂ. That is the wavelength of a photon is equal to the Compton wavelength of an electron. What is the energy in mega electron volt? അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്, നമുക്കിപ്പോൾ എന്തുണ്ട്, ഒരു ഫോട്ടോണിന്റെ വേവ്ലെങ്ത് കോംപ്റ്റൺ വേവ്ലെങ്ത്, അതായത് ഇലക്ട്രോണിന്റെ കോംപ്റ്റൺ വേവ്ലെങ്ത് എന്താണ്, അവിടെ ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ എനർജി നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യണം, വി ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനവിടെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഫോട്ടോണിന്റെ വേവ്ലെങ്ത് ഉണ്ട്, ലാംഡ വന്ന് വീഴുന്ന ഒരു ഫോട്ടോൺ ഉണ്ട്, അതിനൊരു വേവ്ലെങ്ത് ഉണ്ട്, അതാണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിന്റെ കോംപ്റ്റൺ വേവ്ലെങ്ത് എന്താണ്, അവിടെ ഈക്വൽ ആണ്. ഓക്കെ, ഇലക്ട്രോണിന്റെ കോംപ്റ്റൺ വേവ്ലെങ്ത് എന്തായിരിക്കും, അവിടെ ഈക്വൽ ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡയുടെ ഇക്വേഷൻ ഫസ്റ്റ് എഴുതാം. ലാംഡ എത്രയായിരിക്കും, ലാംഡ ഈസ് ഈക്വൽ ടു h/mc ആണ്. ഓക്കെ, എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു h/mc. എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു h nu ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു h nu, അതായത് ഫോട്ടോണിന്റെ എനർജി, കാരണം ഫ്രീക്വൻസി ഫോട്ടോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോൺ എനർജി നമുക്ക് ഈസ് ഈക്വൽ ടു h nu നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ് ഈക്വൽ ടു h nu കൊടുക്കുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു hc/λ. ഓക്കെ, എന്താണ്, hc/λ കൊടുക്കുന്നുണ്ട്, which is equal to hc by ഈ ലാംഡയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുമല്ലേ, എന്ത് കൊടുക്കാം, ലാംഡയുടെ വാല്യൂ ലാംഡ is equal to h/mc കൊടുക്കാം. ഓക്കെ, h/mc. അപ്പോൾ h ക്യാൻസൽ ആയി പോയിട്ട് which is equal to mc സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടുന്നുണ്ട്, is equal to mc സ്ക്വയർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിന്റെ കേസിൽ നമ്മളിപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് m എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ഇലക്ട്രോണും c മീൻസ് സ്പീഡ് ഓഫ് ദ ലൈറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 9.1 into 10 raised to -31 into 3 into 10 raised to 8 the whole square എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ അതിൽ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് വേറൊന്നുമില്ല, നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും അത് എന്തിന്റെ വാല്യൂ തന്നെയാണ്, അതായത് ഈ ഫോട്ടോണിന്റെ വേവ്ലെങ്ത് കോംപ്റ്റൺ വേവ്ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ആകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു mc സ്ക്വയർ. നോർമലി നമ്മുടെ ഇലക്ട്രോണിന്റെ എനർജി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന ആ കാറ്റഗറി അനുസരിച്ച് നമ്മൾ പറഞ്ഞു വന്നതിന് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തുവാണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമുക്ക് ഇപ്പോൾ ഇത് ഈ ഒരു മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ ഈസിക്കൽ ടു MC സ്ക്വയർ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഈ നമുക്കൊരു റിസൾട്ട് കിട്ടും, ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിന്റെ വാല്യൂ വന്നിട്ട് ഒരു 81.9 ഇൻറ്റു 10⁻⁻15 ജൂൾസ് എന്നാണ് കിട്ടുന്നത്. ഇത് ആൻസർ ജൂൾസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, ഇലക്ട്രോൺ കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഡിവൈഡ് ദിസ് നമ്പർ വിത്ത് 1.6 ഇൻറ്റു 10⁻⁻19. ഓക്കെ, എന്ത് ചെയ്യാം, 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്തതിനു ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 51.18 ഇൻറ്റു 10⁻⁴ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇലക്ട്രോൺ വോൾട്ടാണ് നിൽക്കുന്നത്, മനസ്സിലായോ? റെപ്രസെന്റേറ്റീവ്സ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാം. അപ്പോൾ ഏതൊരു വാല്യൂസിനെ ഇലക്ട്രോൺ വോൾട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, 1.6 ഇൻറ്റു 10⁻⁻19 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇതിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, റെപ്രസെന്റ് ഇറ്റ് ഈസ് ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, മെഗാ ഇലക്ട്രോൺ വോൾട്ട് മീൻസ് 10⁻6 ആണ്. ജസ്റ്റ് ഈ കിട്ടിയ വാല്യൂവിനെ ഡിവൈഡ് ബൈ 10⁻6 കൊടുക്കുക. ഓക്കെ, ഡിവൈഡ് ബൈ 10⁻6 കൊടുക്കുക. അപ്പോൾ ഈ 10⁻6 നമുക്ക് നേരെ മുകളിൽ കൊണ്ടുപോകാം. മുകളിൽ കൊണ്ടുപോയി 10⁻6 ആയിട്ട് മാറും. ഓക്കെ, -6 ആയിട്ട് മാറുന്ന സമയത്ത് ദാറ്റ് ഈസ് ഫൈനലി കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ഇലക്ട്രോണിന്റെ എനർജി പറയുന്നത് റെസ്റ്റ് മാസ് എനർജിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു ഇലക്ട്രോണിന്റെ പേര് കോമറ്റിന്റെ പേര് എന്തായിരിക്കുന്ന സമയം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കാതിരിക്കരുത്, കാരണം അവിടെ ജസ്റ്റ് എന്തേ ചോദിക്കുന്നുള്ളൂ, ഈസ് ഈക്വൽ ടു MC സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ മാത്രമേ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. An X-ray beam has an energy of 40 kilo electron volt. Find the maximum possible kinetic energy of the combined scattered electron. Okay, അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്റേ ബീം തന്നിട്ടുണ്ട്. ആ എക്സ്റേ ബീമിന്റെ എനർജി എന്ന് വെച്ചാൽ എത്രയാണ്, 40 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. നമുക്കവിടെ ഫ്രീക്വൻസിയോ വേറെ ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്കവിടെ എനർജി നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എനർജിയാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത് ആ ഇരിക്കുന്ന ആ ഒരു ഇലക്ട്രോണിന് അക്യൂറസി ആവുന്ന മാക്സിമം എനർജി എത്രയാണ്. ഓക്കെ, ഇലക്ട്രോൺ വെറുതെ ഇരിക്കുവാണല്ലോ, നമ്മളല്ലേ ആ ഒരു എക്സ്റേ കൊണ്ട് ഹിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം പോസിബിൾ എനർജി എത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ഇവിടെ നമ്മുടെ കൈനറ്റിക് എനർജി റിലേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്ത് ചെയ്യണം, ഹിയർ ടു അപ്ലൈ ദ കൈനറ്റിക് എനർജി റിലേഷൻ. അതായത് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എനർജി ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, എനർജി ഡിഫറൻസ്, അതായത് കൈനറ്റിക് എനർജി മീൻസ് എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയും കൈനറ്റിക് എനർജിയും ദെൻ അതുപോലെ തന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു എന്താ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി മീൻസ് അവിടെ 0 ആയിരിക്കും, ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ വന്നൊരു ഫോട്ടോൺ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇങ്ങോട്ട് പോകുന്ന ഒരു എനർജി ഉണ്ട്, നമുക്കൊരു എനർജി എന്ന് പറഞ്ഞാൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൈനറ്റിക് എനർജി ഇങ്ങനെ എടുക്കും. ദാറ്റ് ഈസ് അവർ കൈനറ്റിക് എനർജി ഈസ് ഗെറ്റിംഗ് അസ് ഈസ് ഈക്വൽ ടു hν അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ hν മൈനസ് hν ഡാഷ് എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, hν മൈനസ് ഡാഷ് എടുക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലാംഡ ഡാഷ് മൈനസ് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു h/mc ഇൻറ്റു 1 മൈനസ് cos തീറ്റ. ഓക്കെ, നിങ്ങൾ 1 മൈനസ് cos ഫൈ. അപ്പോൾ ലാംഡ ഡാഷ് മൈനസ് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു h/mc ഇൻറ്റു 1 മൈനസ് cos തീറ്റ അല്ലെങ്കിൽ cos ഫൈ. ഓക്കെ, അത് ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ട് രീതിയിലും എടുക്കാറുണ്ട്, തീറ്റ എന്ന് ഫൈ എന്നും. ഓക്കെ, അതൊക്കെ മാറുന്ന സമയങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ, കാരണം നമ്മളിപ്പോൾ ചിലത് തീറ്റ എന്ന് മാത്രം പഠിച്ചിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം അവിടെ നിന്ന് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ഇത് ആംഗിൾസ് ആണ് റെപ്രസെന്റ്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് വാല്യൂസ് നോക്കുക കേട്ടോ. ഓക്കെ, ഇത് പലർക്കും ഇങ്ങനെ പല സമയത്ത് ചോദിച്ചുള്ള ഡൗട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോൾ S6 ആയി ഒരുവിധം അറിയായിരിക്കും, ബട്ട് ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂസിങ് ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെ.
ഓക്കെ, പിന്നെ ചില സമയം നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് ടീച്ചറോടൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് അങ്ങനത്തെ ചില പേപ്പറുകളിൽ ഈ ഫൈക്കൊക്കെ നല്ല കറക്റ്റ് സ്പെസിഫിക് മീനിങ്സ് ഉണ്ട്. അതായത് ജസ്റ്റ് എന്താ ഇപ്പോൾ ഫൈ ആണെങ്കിൽ ഫ്ലക്സ് ആണ്, ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, അങ്ങനത്തെ ആ ഒരു മീനിങ്സ് വരാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ആ സമയത്ത് മാറ്റാൻ പറ്റില്ല. ബട്ട് ആംഗിൾസ് ഒക്കെ നമ്മളിപ്പോൾ ഫൈ എന്നും തീറ്റ എന്നും നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഇവിടെ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി വരണമെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഈ കോസിനൊരു മാക്സിമം വാല്യൂ വരുന്നത്, മാക്സിമം വാല്യൂ കണ്ടീഷൻ വരുന്നത്? അതായത് നമുക്ക് ഈ ലാംഡ ഡാഷ് മാക്സിമം ആവണമെങ്കിൽ, ഓക്കെ, കോസിന് മാക്സിമം വരുന്ന മീനിങ് അല്ല, നമുക്ക് ഈ ലാംഡ ഡാഷ് മാക്സിമം ആവണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ തൊട്ട് മുൻപത്തെ ആ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ 0 കൊടുത്തു, ഇതിൽ അതുപോലെ തന്നെ 90 കൊടുത്തു, 180 കൊടുത്തു. അപ്പൊ ഇതില് ഏറ്റവും മാക്സിമം കിട്ടിയ എപ്പോഴാണ്? മാക്സിമം കിട്ടിയത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ദാറ്റ്സ് ഓൺ ദ ഏത് കേസിലാണ് കിട്ടിയത്? കോസ് തീറ്റയുടെ വാല്യൂ -1 വന്ന സമയം. മനസ്സിലായോ? അതായത് 180 ഡിഗ്രിയിൽ അവിടെ ആ ഒരു ഇൻക്ലിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, സ്കാറ്ററിംഗ് നടക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം ലാംഡ ഡാഷോടെ കിട്ടുന്നത്. നമ്മളിവിടെ കണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു കണ്ടിന്യൂറ്റി ഇല്ല ഇപ്പോൾ, ബട്ട് നമുക്ക് അതൊന്ന് റിലേറ്റ് ചെയ്ത് പറയാം. കാരണം നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 0 കൊടുത്താൽ 0.140 കിട്ടുന്നുള്ളൂ, 90 കൊടുക്കുന്ന സമയത്ത് 0.1421 കിട്ടുന്നുള്ളൂ. നമ്മളിവിടെ കൊടുക്കുന്ന സമയത്തോ സിയുടെ കേസിലോ 0.145 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ലാംഡ ഡാഷ് മാക്സിമം പോസിബിൾ എനർജി വേണമെങ്കിൽ മാക്സിമം വേയിൽ നമ്മൾ കാണണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് h/mc ഇൻറ്റു 1 - cos തീറ്റ. ഓക്കെ, എന്താണ് 1 - cos തീറ്റ? അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരണം? ലാംഡ ഡാഷ് മാക്സിമം വരണം. അപ്പൊ ലാംഡ ഡാഷ് 4 ഞാൻ സൈഡിൽ എഴുതുവാണെങ്കിൽ അത് 4 lambda for lambda dash maximum. ഓക്കെ, ലാംഡ ഡാഷ് മാക്സിമം വരണമെങ്കിൽ നമ്മുടെ cos ഫൈ എന്തായിരിക്കണം? cos ഫൈയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു -1 ആയിരിക്കണം. കാരണം -1 വരുന്ന സമയത്ത് അവിടെ 1+1 എന്നായിട്ട് മാറത്തുള്ളൂ. എങ്കിൽ നമുക്ക് 2 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ലാംഡ ഡാഷിന്റെ വാല്യൂ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2h/mc എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2h/mc എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ആ ഒരു ലാംഡ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഈ ഒരു ലാംഡ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ആ ലാംഡ ഡിറ്റർമിൻ ചെയ്താൽ നമുക്കിവിടെ h ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു h കൊടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുപോകണം, ആ ഒരു റിലേഷനിൽ കൊണ്ടുപോകാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2h/mc. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യും? ഡിറ്റർമിൻ ദ ലാംഡ വാല്യൂ. ഓക്കെ, ലാംഡ ഡിറ്റർമിൻ ചെയ്യുകയാണ്. ലാംഡ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ലാംഡ ഇസ് ഈക്വൽ ടു hc/e. ഓക്കെ, ഈസ് ഈക്വൽ ടു hc/ലാംഡ. h ആണ്, c/ലാംഡ. ആ റിലേഷൻ വെച്ചിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു hc/e എന്ന ഇക്വേഷൻ കൊണ്ടുവരുന്നു. ഈ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രോൺ വോൾട്ടിൽ തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂവിനെ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായോ? എന്താണ്? ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ടു ജൂൾസ് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ വിത്ത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? നമ്മുടെ ഇലക്ട്രോണിന്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻⁹ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 1.6 ഇൻറ്റു 10⁻⁻⁹. ഞാൻ ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണേ. ഇത് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഈ ഒരു കൺവേർഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചോദിച്ച ആ ഒരു വേയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിലോട്ട് കൊടുക്കുവാണ്. നിങ്ങൾ കാരണം ഇതൊക്കെ വെറുതെ എടുത്ത് കൊടുത്താൽ കിട്ടത്തില്ല. 40 മാത്രം കൊടുത്താൽ കിട്ടത്തില്ല. അവിടെ 40 കിലോനെ എന്തിലോട്ട് മാറ്റണം? ജൂൾസിലോട്ട് മാറ്റണം. എന്നാലേ വേരിങ് നേരെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെച്ചിന്റെ നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. 10⁻⁻34 into 3 into 10⁻⁸. Okay, 3 into 10⁸ whole divided by എന്തിടുന്നുണ്ട്? ഇന്റെ വാല്യൂ എന്താണ്? that is 40 into 10 cube into 1.6 into 10⁻⁻⁹. Okay, 1.6 into 10⁻⁻⁹. ഇങ്ങോട്ട് കൊടുക്കാം. എത്ര കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ലാംഡ ഡാഷിന്റെ വാല്യൂ വന്നിട്ട് ലാംഡ ഡാഷിന്റെ ലാംഡ വാല്യൂ എത്ര കിട്ടും? ദാറ്റ്സ് 31 ഇൻറ്റു 10⁻⁻12 മീറ്റർ എന്ന് കിട്ടുന്നത്. ഓക്കെ, എത്രയാണ്? 31 ഇൻറ്റു 10⁻⁻12 മീറ്റർ. ഇതാണ് നമ്മുടെ ലാംഡ വാല്യൂ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ലാംഡ വാല്യൂ മാത്രം പോരാ നമുക്ക് എന്തുകൂടി വേണം, ടേക്ക് ദ ലാംഡ ഡാഷ്. ഓക്കെ, അപ്പോൾ ലാംഡ ഡാഷിലേക്ക് നമുക്ക് അറിയാം ഇതിലൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഈ 31 ഇൻറ്റു 10⁻⁻12 പ്ലസ് എന്ത് ആഡ് ചെയ്യാം 2h/mc. ഓക്കെ, 2h/mc മീൻസ് എത്രയാണ്, 4.85 ഇൻറ്റു 10⁻⁻12 ആണ്. എത്രയാണ്, 10⁻⁻12. മനസ്സിലായോ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 35.85 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 10⁻⁻12. ഓക്കെ, അപ്പോൾ ഇതാണ് ലാംഡ ഡാഷിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ലാംഡ ഡിറ്റർമിൻ ചെയ്തു, ലാംഡ ഡാഷ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു, ആ ലാംഡ ഡിറ്റർമിൻ ചെയ്തിട്ട് ലാംഡ ഡാഷ്, ശരിക്കും നമുക്ക് ലാംഡ ഡാഷ് ആണ് ആവശ്യം. ഇപ്പൊ ക്വസ്റ്റിൽ നമുക്ക് ലാംഡ ഡാഷ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ലാംഡ ഡാഷ് തന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാംഡ ഡിറ്റർമിൻ ചെയ്തിട്ട് അതിനെന്ത് ചെയ്ത് ലാംഡ ഡാഷിലോട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ലാംഡ ഡാഷിലോട്ട് വന്നു. ഞാൻ ബാക്കി ഈ ഒരു സൈഡിലോട്ട് ആൻസർ കൊണ്ടുവരുവാണ്. ഓക്കെ, ഇതിന്റെ ബാക്കിയാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ, ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി നമുക്ക് വേണം. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ നമുക്ക് കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. കൈനറ്റിക് എനർജി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ കണ്ടെത്തണം. മനസ്സിലായോ? പോസിബിൾ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കിവിടെ ആദ്യം ന്യൂ എടുക്കണം, ന്യൂ ഡിറ്റർമിൻ ചെയ്തിട്ട് ന്യൂ ഡാഷ് ന്യൂ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാല്യൂല് എച്ച് ന്യൂ, ഈ എച്ച് ന്യൂ ആണ് ശരിക്കും ഈ 40 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് എച്ച് ന്യൂ ആണ് 40. അപ്പോൾ എച്ച് ന്യൂന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഉണ്ട് കയ്യിൽ. ഓക്കെ, അത് ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, എച്ച് ന്യൂ വാല്യൂ നമ്മുടെ കയ്യിൽ ആദ്യം ഇരിക്കുവാണ്. ഇതാ ഈ ഒരു 40 കിലോ ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ഈ എച്ച് ന്യൂ ഡാഷ് ആണ് അവിടെ ആവശ്യം. അപ്പോൾ നമ്മൾ ന്യൂ ഡാഷിന്റെ ഇക്വേഷൻ എടുക്കുന്നു. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഡാഷ്. ഓക്കെ, എത്രയാണ്, സി ബൈ ലാംഡ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു 3 into 10⁻⁸. Okay, 3 into 10⁻⁸ divided by 35.85 into 10⁻⁻12. Okay, C by lambda dash ആണ്. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എച്ച് ന്യൂയോട് മാറ്റണമെങ്കിൽ എച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എച്ച് ന്യൂ ഡാഷ് ആയിട്ട് മാറും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.554 into 10⁻⁻14 ജൂൾസ് ആയിട്ട് മാറും. മനസ്സിലായോ? 10⁻⁻14 ജൂൾസ്. ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. എന്താണ് ഇതിപ്പോൾ ജൂൾസിലല്ലേ നിൽക്കുന്നത്, പക്ഷെ ഇവിടുത്തെ ന്യൂ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ്. ഓക്കെ, ഇതിലാണ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇലക്ട്രോൺ വോൾട്ടോട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും, ദാറ്റ്സ് 1.6 into 10⁻⁻16. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, -16 കൊടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇറ്റ്സ് ഈക്വൽ ടു 34.625 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി കെയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നേരെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ഇലക്ട്രോൺ വോൾട്ട് നോക്കട്ടെ, കാരണം രണ്ട് റേഞ്ച് ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ്. നമ്മുടെ ഫൈനലി നമ്മുടെ കൈനറ്റിക് എനർജി നമ്മൾ എന്ത് എഴുതാൽ മതി, ഇലക്ട്രോൺ വോൾട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി എക്സ്പ്രസ് ഇൻ ജൂൾസ് എന്നുള്ള ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം, അവിടെ മാറ്റാം. ഓക്കെ, എന്ത് ചെയ്യുക, ഇലക്ട്രോൺ ജൂളിലോട്ട് മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി കാണിച്ചാൽ മതി. ഓക്കെ, അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അത് സാധാരണ ഇത് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മിക്ക വർഷങ്ങളിലും. ഓക്കെ, ഇല്ല അവർക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കൺവേർഷൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അങ്ങോട്ടുള്ള കൺവേർഷൻസിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഒരു വേ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലാസ് ഇപ്പോൾ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിൽ ക്ലാസ് കാണുക, കണ്ടിട്ട് ഇതൊന്ന് എഴുതിയെടുത്തിട്ടേ ഒരു തവണ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഇത് ആൻസർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലായി. പലയിടത്തും അങ്ങോട്ടും ഓരോ കൺവേർഷൻസ്. ഇപ്പോൾ ഈ ചെറിയ ക്വസ്റ്റിനാണ്, നിങ്ങൾ നേരത്തെ കണ്ട ക്വസ്റ്റിനെ കാട്ടിയൊക്കെ വളരെ ചെറിയ ക്വസ്റ്റിനാണ്, ബട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് കുറച്ചുണ്ട്. ആ കൺവേർഷൻസ് അങ്ങോട്ടും മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 40 മൈനസ് കൊടുക്കുന്നത്, 40 മൈനസ് എന്ത് വരും, 34.625. ഓക്കെ, 40 മൈനസ് 34.625 എന്ന് എഴുതുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 5.375 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി എന്താണ്, ദാറ്റ് ഈസ് 5.375 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മൾ അവിടുത്തെ മാക്സിമം കൈനറ്റിക് എനർജി നമുക്ക് ഇന്നിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേ സ്റ്റെപ്സ് മനസ്സിലായോ? ഞാൻ വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജി നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് എന്നറിയാം. ഡിഫറൻസ് ഓഫ് വേവ് ലെങ്തിലാണ് നമ്മുടെ കൈനറ്റിക് എനർജി നമുക്ക് കൊടുക്കുന്നത്, എച്ച് ന്യൂ. ആ ഒരു ബേസിൽ നമ്മൾ പറയുന്നുണ്ട് നമുക്കിവിടെ മാക്സിമം കൈനറ്റിക് എനർജി വരണമെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം വേവ് ലെങ്ത് വരണമെങ്കിൽ, കൈനറ്റിക് എനർജി നമുക്കിവിടെ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേവ് ലെങ്തിന്റെ ബേസിൽ പറയുന്നു. വേവ് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇഫ് വി നീഡ് മാക്സിമം വേവ് ലെങ്ത് വി ഹാവ് ടു ടേക്ക് cos phi as -1. ഓക്കെ, cos phi നമ്മളിവിടെ -1 കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കാം മാക്സിമം എപ്പോഴാണ് കിട്ടുന്നത്, നമ്മുടെ ഹെഡ് ഓൺ കൊളിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കോസിന്റെ വാല്യൂ cos 0 നമുക്ക് 1 കിട്ടുവാണെങ്കിൽ നമ്മൾ ബ്രീസിംഗ് കൊളിഷൻസ് എന്ന് പറയും. ഓക്കെ, സർഫസ് കൊളിഷൻസ് ആണ്.
ഇനി അടുത്ത് cos 180 മൈനസ് 1 വന്നാൽ അത് ഹെഡ് ഓൺ കൊളിഷൻസ് എന്ന് പറയും. ഈ ഹെഡ് ഓൺ കൊളിഷൻസ് മീൻസ് എന്താണ്, അവിടെ മാക്സിമം വാല്യൂ എന്നാണ് എന്ത് ആ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, എന്താണ് മാക്സിമം വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഡിറ്റർമിൻ ചെയ്തു. ഇത് ശരിക്കും നിങ്ങളുടെ ആ ഒരു തിയറിയുടെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ്, മാക്സിമം കൈൻഡ് കുറിച്ച് വരേണ്ട. ബട്ട് ഇതിപ്പോൾ ഒരു പ്രോബ്ലമേ ഉള്ളൂ, എന്തായാലും പഠിച്ചു വെക്കുക. കാരണം ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ഫുൾ മാർക്ക് കിട്ടും ചെയ്ത് വെച്ചാൽ. അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത് കോമ്പറ്റന്റ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം. ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഓക്കെ ആണോ ഇത്? ഓക്കെ ആണല്ലോ. നിങ്ങൾ റെക്കോർഡ് സെഷൻ കാണുന്നവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേണം ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന സമയത്താണ് എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യാം, ചോദിക്കുക. ഏത് പ്രോബ്ലം ആണെന്ന് നോക്കിയിട്ട് ചോദിച്ചാൽ മതി, ക്ലാസ് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാണ്. സ്കാറ്റേർഡ് ഫോട്ടോയുടെ ഫ്രീക്വൻസി. ഇപ്പോൾ വേഗം നമ്മൾ ഡിറ്റർമിൻ ചെയ്തു, നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്ത് നോക്കാം. അതായത് the X-ray and with an energy of 50 kilo electron volt are scattered by an angle of 45 degree. Find the frequency of scattered photon. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്റേ ഉണ്ട്. എക്സ്റേയുടെ വേവ്ലെങ്ത് റേഞ്ച് വന്നിട്ട് എത്രയാണ്? എക്സ്റേ വേവ്ലെങ്ത് അല്ല, എനർജി റേഞ്ച് എത്രയാണ്? 50 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സ്കാറ്റേർഡ് ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 50 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലുള്ള ഒരു എക്സ്റേ 45 ഡിഗ്രി സ്കാറ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ സ്കാറ്റർ ചെയ്ത സമയത്ത് അവിടുന്ന് സ്കാറ്റർ ചെയ്ത് പോയ ആ ഒരു ഇലക്ട്രോൺ ഫോട്ടോണിന്റെ എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ എനർജി ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു hc by lambda or ഈസ് ഈക്വൽ ടു h nu, അതിൽ hc by lambda എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു hc by e. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ ഡിറ്റർമിൻ ചെയ്യാമല്ലോ. എനർജി തന്നിട്ടുണ്ട്, എത്രയാണ് ഈ ഒരു വാല്യൂ? 50 കിലോ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 6.62 into 10 raised to minus 34 into 3 into 10 raised to 8. Okay, 3 into 10 raised to 8 whole divided by 50 into 10 raised to 3 into 1.6 into 10 raised to minus 19. Okay, അപ്പോൾ നമുക്ക് ലാംഡ വാല്യൂ കിട്ടും. ലാംഡ എത്രയാണ്? ദാറ്റ് ഈസ് 24.82 into 10 raised to minus 12 meter. ഓക്കെ, minus 12 meter. ഇതിപ്പോൾ നമുക്ക് ലാംഡ മീറ്റർ റേഞ്ചിൽ കിട്ടി. നമുക്ക് വേണമെങ്കിൽ നാനോമീറ്ററിലോട്ട് മാറ്റാം. അങ്ങോട്ട് ഡെസിമൽ മാറ്റി കൊടുത്തത്, പോയിന്റ്സ് മാറ്റിയിട്ട് പവർ എന്ത് ചെയ്യാം, ഇതിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആംസ്ട്രോങ്ങിലോട്ടൊക്കെ മാറ്റാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം പ്രോബ്ലം സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്കിനിപ്പോൾ റിസൾട്ടിൻ്റെ ഡെൽറ്റ ലാംഡ വാല്യൂ നമുക്കിവിടെ വേണ്ടേ. ഓക്കെ, അപ്പോൾ ലാംഡ ഡാഷ് എടുക്കേണ്ടത്. അപ്പോൾ ലാംഡ ഡാഷോട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. h/mc നമുക്കറിയാം എത്രയാണ്? h/mc ന്റെ വാല്യൂ നമ്മൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 2.425 into 10 raised to minus 12 ആണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ചെയ്തെടുത്താലും മതി. ഹെച്ചിന്റെ വാല്യൂ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഒക്കെ വെച്ചിട്ടേ അതൊന്നും കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അത് ചെയ്തെടുത്താൽ മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ലാംഡ ഡാഷ് മൈനസ് ലാംഡ കിട്ടി. ഓക്കെ, ലാംഡ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ലാംഡ പ്ലസ് എന്നാക്കി മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് അതിന് മുൻപ് തന്നെ ഈ ഒരു കോസിന്റെ ആംഗിൾ നമുക്ക് സോൾവ് ചെയ്യില്ലേ. അതായത് ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mc ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. കോസ് തീറ്റ ആംഗിൾ നോക്കണം, 45 ആണ് വരുന്നത്. അപ്പോൾ കോസ് 45 എത്രയാണ്? 1/√2 ആണ്. എത്രയാണ്? 1/√2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 1 മൈനസ് 1/√2 ഉണ്ട്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.425 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 ഇൻറ്റു 1 മൈനസ് 1/√2. ഓക്കെ, 1 മൈനസ് 1/√2 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 2.425 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 ഇൻറ്റു √2 മൈനസ് 1 ഡിവൈഡ് ബൈ √2. ഓക്കെ, √2 മൈനസ് 1 ഡിവൈഡ് ബൈ √2 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ലാംഡ ഡാഷ് മൈനസ് ലാംഡാൻ്റെ വാല്യൂ ആണ്. നമുക്ക് ലാംഡ ഡാഷിലോട്ട് മാത്രം മാറ്റാം അതിനെ. ഓക്കെ, ലാംഡ ഡാഷ് മീൻസ് നമുക്ക് ആവശ്യമുള്ള ലാംഡ ഡാഷിൻ്റെ വാല്യൂ, കാരണം സ്കാറ്റർ ചെയ്ത് പോയ ആളുടെ വേവ്ലെങ്ത് ചോദിക്കുന്നത് എത്രയാണെന്ന്. വേവ്ലെങ്ത് അല്ല, ഫ്രീക്വൻസി. വേവ്ലെങ്ത് നമുക്ക് ഫ്രീക്വൻസിലോട്ട് മാറ്റാം അതിനെ. ദാറ്റ് ഈസ് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര വരും? ഈ ഒരു വാല്യൂസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഫൈനൽ ആൻസർ ആണ് ഞാൻ പറയുന്നത്. ലാംഡ ഇപ്പുറത്ത് കൊണ്ടുവരും. ഫൈനൽ ആൻസർ വന്നിട്ട് 25.5
25.53 ഇൻറ്റു 10⁻⁻12 എന്ന് വരും കേട്ടോ. എത്രയാണ്? 25.53 ഇൻറ്റു 10⁻⁻12. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എടുത്തൂടെ? ന്യൂ ഡാഷ് ഇക്വേഷൻ, ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഡാഷ്. ഓക്കെ, സി നമുക്കറിയാം 3 ഇൻറ്റു 10⁻8 ആണ്, ഡിവൈഡ് ബൈ 25.53 ഇൻറ്റു 10⁻⁻12. ഓക്കെ, സോ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 1.18 ഇൻറ്റു 10⁻19 ഹെഡ്സ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ന്യൂ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഏത് കണ്ടുപിടിക്കാനായിട്ട്? ഫ്രീക്വൻസി ഡിറ്റർമിനേഷൻ. അപ്പോൾ ഈ ഒരു ബേസിക്കലി പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും പിന്നെ കോംപ്ലൻ എഫക്റ്റുമാണ് ഈ ന്യൂമറിക്കൽ സെക്ഷനിൽ ഇതിന് ചോദിക്കുന്നത്. പിന്നെ ബോറിന്റെ ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നമ്മുടെ ജനറൽ കഴിഞ്ഞ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇതിൽ മെയിൻലി നോക്കേണ്ട ത്രെഷോൾഡ് ഫ്രീക്വൻസി, ത്രെഷോൾഡ് വേവ് ലെങ്ത്, അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഏതില്ല? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു കോംപ്ലൻ എഫക്റ്റുമായി ബന്ധപ്പെട്ട് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഇതിലിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇതുപോലത്തെ പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, ഇത് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഞാനത് ഓൾറെഡി നിങ്ങൾക്ക് ഒന്ന് ക്ലാസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ല നമുക്ക് വരുന്ന സെക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നോക്കാം. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ഒരു സെക്ഷനായിട്ട് എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ആ ഒരു എക്സ്പ്ലനേഷൻസ് ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നെണ്ണം പ്രത്യേകിച്ച് അങ്ങനെ ആഡ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അല്ലേ നമ്മുടെ ബോറാറ്റം മോഡൽ എന്ന് പറഞ്ഞിട്ടേ അതിൽ വരുന്ന ടോപ്പിക്സാണ്. ഓക്കെ, അത് പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമൺ എഫക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ഒരു സെക്ഷൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഡിഫ്രാക്ഷൻ. ഓക്കെ, എന്ത് ഡിഫ്രാക്ഷനാണ്? നമ്മുടെ ആ ഒരു വേവ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ ഫിനോമിന യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഇതിനെ കുറിച്ച് നോക്കിയാൽ മതി. ഈ ഒരു വേവ് പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ കാണിക്കണമെങ്കിൽ അവിടെ എന്താണ്? ഡിഫ്രാക്ഷൻ കാണിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ വേവ്. ഓക്കെ, ഡിഫ്രാക്ഷൻ എപ്പോഴും ഒരു വേവ് നാച്ചർ, ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും എല്ലാം എന്താണ്? വേവ് നാച്ചർ പ്രോപ്പർട്ടിയാണ്. ഒരു പാർട്ടിക്കിളിന്റെ വേവ് നാച്ചർ ബിഹേവിയർ കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഈ ഒരു ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ n lambda is equal to 2d sin theta. ഓക്കെ, എന്താണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബ്രാഗ്സിന്റെ സ്പെക്ട്രോമീറ്റേഴ്സ് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ആ ടോപ്പിക്സ് ഒന്നും അല്ല. ജസ്റ്റ് ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഈ ഒരു ഇറ്റ്സ് ബിഹേവിംഗ് ലൈക്ക് എ വേവ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു മാറ്റർ വേവിന്റെ എക്സിസ്റ്റൻസ് ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? മാറ്റർ വേവ്സിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ചോദിക്കും. ഓക്കെ, ഞാൻ electron beams fall on a crystal lattice, it will be diffracted. Okay, diffract ചെയ്യുന്നുണ്ട്, and it is diffracting by an angle of L lambda is equal to 2d sin theta. Okay, 2d sin theta ബേസ് നമ്മൾ എന്തുണ്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ബേസിക്കലി ഇതൊരു ഇലക്ട്രോൺ ഡിഫ്രാക്ഷനെ കുറിച്ച് പറയുവാണ്. ഈ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ വേവ് പ്രോപ്പർട്ടീസും ഇലക്ട്രോൺ ഡിഫ്രാക്ഷനും ഒന്നിച്ച് വരുന്ന കേസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലാംഡ എന്ന് പറഞ്ഞ ഒരു കേസ് വരുന്നില്ലേ? ഈ ലാംഡ എവിടെ നിന്ന് വരുന്നതാണ്? ദാറ്റ് ഈസ് E is equal to h nu. Okay, E is equal to h nu and P is equal to h by lambda and lambda is equal to h by p. ഓക്കെ, ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലാംഡയുടെ റിലേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കമ്പയർ ചെയ്തുകൊണ്ട് L lambda is equal to 2d sin theta. അതായത് നമ്മളിപ്പോൾ ഒരു പീരിയോഡിക് സ്ട്രക്ചറിൽ നമുക്ക് വന്ന ഒരു ഇലക്ട്രോൺ ബീം വീഴുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തു? സ്കാറ്ററിങ് ചെയ്തു. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു തിയററ്റിക്കൽ വേ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്താണ് യൂസ് ചെയ്യുക? നമ്മുടെ ആ ഒരു ബ്രാഗ്സ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ ചോദിക്കുമെങ്കിൽ അത് തന്നെ ഇവിടെ എഴുതാം. ഏതാ? സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ബ്രാഗ്സില്ല, അതിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ക്വാണ്ടം മെക്കാനിക്സ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷന്റെ ആ ഒരു സ്കാറ്ററിംഗ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. എല്ലാം പ്രൂവ് ദാറ്റ് എല്ലാം 2d sin theta എന്നോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ചിലപ്പോൾ വേവിനെ കുറിച്ചോ റൈറ്റ് എ ഡോട്ട് ഓൺ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എന്നോ ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തുള്ളൂ അവിടെ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നോക്കട്ടെ. അതിന് ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രോബ്ലം സെക്ഷനിൽ വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് മീൻസ് ഒരു വേവുമായി ബന്ധപ്പെട്ടെ പ്രോപ്പർട്ടീസ് കുറച്ചുണ്ട്, വെലോസിറ്റീസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യണം. അതൊക്കെ നമുക്ക് വേവ് നാച്ചർ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡിസ്കസ് ചെയ്യാം. മാറ്റർ വേവ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ഓക്കെ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, നമുക്ക് ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ
ഇൻ ദ ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റ്, നിങ്ങൾക്ക് ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റ് പഠിക്കാനില്ല ഇപ്പോൾ, അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ, അതായത് എല്ലാ ബേസിലും 2D sin θ യൂസ് ചെയ്ത് നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ, ഓക്കെ, ഏത് വേവ് ലെങ്തിലാണ് ആ ഒരു എന്താ റിയാക്ഷൻ നടക്കുന്നതെന്ന് ഒന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇൻ ദ ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റ് യൂസിങ് sodium crystal, okay, Na crystal, a second order beam is observed at an angle of 55 degree. For what accelerating voltage occur? ഓക്കെ, അതായത് ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാ ഡേയ്സിലും 2D sin θ ഇക്വേഷനും പിന്നെ അതുപോലെ തന്നെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, ഓക്കെ, ആ ഒരു രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറയാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇത് ചോദിക്കേണ്ട ചാൻസ് വളരെ കുറവാണ്, ബട്ട് ഇൻ കേസ് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റിലാണ് നമ്മൾ ശരിക്കും ഈ ഡി ബ്രോഗ്ലി വേവ്സിന്റെ എവിഡൻസ് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എല്ലാം 2D sin ശരിക്കും ഇത് ബ്രാഗ് സ്പെക്ട്രോമീറ്റർ അതല്ല ഇവിടുത്തെ ടോപ്പിക് മെയിൻലി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ അതൊക്കെ തന്നെയാണ്, ബ്രാഗ്സിന്റെ ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തത്. പക്ഷേ ഇത് കണ്ടക്ട് ചെയ്ത ഡേവ്സൺ ജെർമർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ഇതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെന്റ് ഈ ഒരു ഡി ബ്രോഗ്ലി വേവ്സിനെ കുറിച്ചുള്ള എവിഡൻസ് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അവിടെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കി എന്താ ഈ ഒരു എല്ലാം 2D sin θ യൂസ് ചെയ്ത് അവിടെ വേവ് ലെങ്തും ഇതിനകത്ത് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ആംഗിൾ പറയുന്നുണ്ട്. ആംഗിൾ എത്രയാണ്? ഫൈൻ്റെ വാല്യൂ ഫൈ ഈസ് ഈക്വൽ ടു 55 ഡിഗ്രിയാണ് പറയുന്നത്. ഓക്കെ, ഫൈ ഇവിടെ 55 ഡിഗ്രിയാണ്. ദെൻ നമുക്കിവിടെ എയുടെ വാല്യൂ പറയുന്നുണ്ട്. എയുടെ വാല്യൂ എത്രയാണ്? അതായത് നിങ്ങൾ ഓർഡർ പഠിച്ചിട്ടില്ലല്ലോ, അതായത് ഇത് വേണ്ട, ഈ പ്രോബ്ലം വേണ്ട, കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അങ്ങനെ ഇല്ല. ആ ഒരു എന്താ ക്രിസ്റ്റലിൻ്റെ സ്റ്റഡീസ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കണം. ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റ് സിലബസ് ഉണ്ടെങ്കിൽ നോക്കിയത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഈ നിക്കൽ ക്രിസ്റ്റലിലെ പറഞ്ഞിരിക്കുന്നത്, നിക്കൽ ക്രിസ്റ്റലിന്റെ സ്പേസിംഗ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. സെൽ സ്പേസിംഗ്, ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ആറ്റം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്നാലും. ഓക്കെ, അതിന്റെ സ്പേസിംഗ് പഠിച്ചു വയ്ക്കുക. സ്പേസിംഗ് വെച്ച് എത്രയാണ്? ദാറ്റ് ഈസ് 2.15 ആംസ്ട്രോം ആണ് അതിന്റെ സെൽ സ്പേസിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാതെ ഈ ഡി സ്പേസ്, ഇതിപ്പോൾ സെൽ സ്പേസിംഗ് ആണ്, അത് 2 ആറ്റംസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, എ എന്ന് പറയുന്നത്. അതേസമയം 2 പ്ലെയിൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഇത് വേണമെങ്കിൽ നോക്കി വെച്ചോളൂ, കാരണം ചിലപ്പോൾ ഇതേപോലത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ വരാം. ഓക്കെ, ആ ഒരു സ്പേസിംഗ് ബന്ധപ്പെട്ട് FCC ലാറ്റിസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിരിക്കാം. ഓക്കെ, ഈ സ്പേസിംഗ് എത്രയാണ്? ഡി ആണ്. ഓക്കെ, എത്രയാണ്? ഡി ആണ്. അപ്പോൾ നമുക്ക് ഡി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതറിയാം മീൻസ് നമ്മൾ എന്നയുടെ വാല്യൂ ഓൾറെഡി പഠിച്ചു വെക്കണം. എത്രയാണ്? എയുടെ വാല്യൂ ഇതാണ്, കാരണം ഡേവ്സൺ ജെർമർ എക്സ്പെരിമെന്റിൽ നിക്കലിന്റെ ഇതാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സോളിഡ് ക്ലോറല്ല നിക്കൽ. ഓക്കെ, എന്നയാണ്. ഓക്കെ, ഡിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു A ഇൻറ്റു സൈൻ 5/2 എങ്കിൽ 5/2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതോടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഈക്വൽ ടു 0.993 ആംസ്ട്രോങ് എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്? 0.993 ആംസ്ട്രോങ്. ഇതിന്റെ വാല്യൂ ദാറ്റ്സ് ദ വാല്യൂ ഫോർ ഇതിന്റെ വാല്യൂ നമ്മുടെ ഡിന്റെ വാല്യൂ, ഡി സ്പേസിംഗിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2D sin θ ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ എന്നിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ഓർഡർ 2 ആണെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഓർഡർ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഓർഡർ 2 കൊടുക്കുന്നു. ഓർഡർ 2 കൊടുത്ത് നമുക്ക് ലാംഡ വാല്യൂ കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു ഈ 2 ഈ ഇതിന്റെ 2 ഇതും ക്യാൻസൽ ആവും. ബാക്കി ലാംഡ ഈസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. ഓക്കെ, എത്രയാണ്? ഡി സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡി സൈൻ തീറ്റ എടുക്കുന്നുണ്ട്. ഡി സൈൻ തീറ്റ വിച്ച് ഈക്വൽ ടു എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ സൈൻ തീറ്റ ആംഗിൾ കൊടുക്കുക. ആംഗിൾ കൊടുക്കുന്ന സമയത്ത് ദാറ്റ്സ് ഈക്വൽ ടു 0.881 ആംസ്ട്രോങ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ലാംഡ വാല്യൂ. ഇനി നമുക്കിവിടെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ലാംഡ ഈസ് ഈക്വൽ ടു 12.27 ആംസ്ട്രോങ് ഡിവൈഡ് ബൈ റൂട്ട് വി എന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തു. അവിടെ നമ്മൾ വിന്റെ ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് 193.2
97 വോൾട്ട് എന്ന് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വേയിൽ ചോദിക്കത്തില്ല, അല്ലാതെ ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ എന്താ ഓർഡർ തന്നിട്ട് ലാംഡ ഡിറ്റർമിൻ ചെയ്യണം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ലാംഡ ഡി സ്പേസിംഗ് താഴെ നമുക്ക് ഇത്രയും ഈ ഒരു സെക്ഷൻ അത്രയും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് കുറവാണ്. ഓക്കെ, കാരണം നമുക്ക് ഓൾറെഡി ബ്രാഗ്സ് ഇക്വേഷൻ മറ്റു പഠിക്കാനുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഡിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നെ ഡെവസൺ ചിലപ്പോൾ എക്സ്പ്ലെയിൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കേണ്ട ചാൻസ് കുറവാണ്. ഓക്കെ, എന്നാലും ഡിഫ്രാക്ഷൻ ഒന്ന് നോക്കി വെച്ച് കേട്ടോ, നോക്കി വെക്കുക. ആ ഒരു വേവ് ലെങ്തിന്റെ റിലേഷൻസ് നോക്കാം. നമുക്ക് വേവ് ലെങ്തും വേവ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിഫ്രാക്ഷൻ നോക്കുമല്ലോ, ഡിഫ്രാക്ഷൻ ഓക്കെയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, എന്താണ് ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ബോർ ആറ്റം മോളിനെ കുറിച്ച് നോക്കണം. ഓക്കെ, എന്താണ് ബോർ ആറ്റം മോളിനെ കുറിച്ച് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാവണം. ബോർ ആറ്റം നമ്മുടെ ആ ഒരു സെക്കൻഡ് സെമിൽ, സോറി നിങ്ങളുടെ കഴിഞ്ഞ സെമിൽ 5th സെമിൽ പഠിച്ചതാണ്. ഓക്കെ, അവിടെ എന്തൊക്കെ പഠിച്ചു? ബോർ ആറ്റം മോളിൽ നമ്മുടെ പോസ്റ്റ്ലേറ്റ്സ് നോക്കണം. ഓക്കെ, എന്താണ് പോസ്റ്റ്ലേറ്റ്സ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്. ഓക്കെ, ലിമിറ്റേഷൻസ് മീൻസ് നമുക്കിവിടെ സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സോഡിയം വേപ്പർ ലൈറ്റിന്റെ നമ്മുടെ ഒരു D1 D2 ലൈൻസിനെ കുറിച്ചുള്ള ഇത് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് എന്തുകൊണ്ടാണ് ഇതിന്റെ സ്പെക്ട്രംസ് ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് കാണിക്കുന്നത്? ഓരോ സ്പെക്ട്രൽ ലൈൻസിനും ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് എന്താണ് എന്ന റീസൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ലിമിറ്റേഷൻസ് ആണ്, ബോർ ആറ്റം മോളിന്റെ ലിമിറ്റേഷൻസ് ആണ്. പോസ്റ്റ്ലേറ്റ്സ് അറിയാലോ, സർക്കുലർ ഓർബിറ്റ് കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റ് ഒരിക്കലും മാറത്തില്ല. മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ എനർജി ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എനർജി അവിടെ ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്താണ്? നമുക്ക് ആംഗുലർ മോഷന്റെ കൺസേർഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ സർക്കുലർ ഓർബിറ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞു, ആ ഒരു ടോപ്പിക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോർ ആറ്റം മോഡലിൽ വരുന്ന പോസ്റ്റ്ലേറ്റ്സ് ആണ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസസ് നമ്മൾ നോക്കണം. എന്താണ് ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് മെയിൻലി എന്തൊക്കെ വരുന്നുണ്ട്, ബോർ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഞാൻ നോട്ട് അയച്ച നോട്ടിന് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ അതിനെ കുറിച്ചിട്ട്. പിന്നെ S5 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അന്ന് സെൻഡ് ചെയ്യാതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് സെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ നോക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് റിബർ കോൺസ്റ്റന്റിന്റെ ഒക്കെ വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിന്റെ ഒക്കെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്തില്ലേ, ലൈൻമാൻ സീരീസും അതൊക്കെ എവിടെയൊക്കെ വീഴും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നോക്കുക. പിന്നെ എനർജി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എനർജി അല്ല, റേഡിയസ് ഇക്വേഷൻ ഉണ്ട്, എനർജി ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് ഓഫ് ദ എൻഡ് ഓർബിറ്റ് ആർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? n സ്ക്വയർ h² എപ്സിലോൺ 0 ഡിവൈഡ് ബൈ pi z e square into m. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ഫൈൻഡിങ് ദ റേഡിയസ് ഓഫ് ദ എൻഡ് ഓർബിറ്റ്. എൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ എനർജി, ഓക്കെ, എനർജി ഇക്വേഷൻ എടുക്കാൻ പറ്റും. ദെൻ ഇന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -z സ്ക്വയർ e raised to 4 m ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ഒരു എനർജി റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല നമ്മുടെ ഫോർത്ത് യൂണിറ്റ്, ഫോർത്തോ തേർഡോ ആണ്, സ്ക്വയറൽ പൊട്ടൻഷ്യൽ ഒക്കെ പഠിക്കുന്നില്ലേ, ഫൈനൽ സ്ക്വയറൽ പൊട്ടൻഷ്യൽ, അവിടെ നമ്മൾ ഇതേ ഇക്വേഷൻ ലാസ്റ്റ് കൊണ്ടുവന്ന് എത്തിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ബോർ ആറ്റം മോഡൽ ബേസിക്കലി ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിലേഷനിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സെക്ഷനിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിൽ എന്ത് ചെയ്യും, ഈ ഫൈനൽ ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്ന് നിൽക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിന്റെ ബേസ് ചെയ്തും പ്രോബ്ലംസ് ചോദിക്കാം. അതായത് എന്തായാലും എനർജി ഡിറ്റർമിൻ ചെയ്യാം, ടോട്ടൽ എനർജി തന്നിട്ട് ടോട്ടൽ എനർജി എത്രയാണ് എന്ത് ചെയ്യാം ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് കാരണം ഈ ഒരു സെക്ഷനിൽ പ്രോബ്ലംസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഒരു ദിവസം ക്ലാസ് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ പറയാം. അപ്പോൾ ടൈം പറയാം അതിനെക്കുറിച്ചിട്ട്, ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ടൈം കൂടി വേണ്ടി വരും ഡിസ്കസ് ചെയ്യാണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പിക് ബേസ് ആയിട്ട് നോക്കുകയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കോമൺ എഫക്റ്റ് പറഞ്ഞു, പിന്നെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, പിന്നെ ഫൈനലി ഇപ്പോൾ നോക്കുന്നത് നമ്മുടെ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ബോർ ആറ്റം മോഡൽ നോക്കുമല്ലോ, പിന്നെ റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തില്ല, ബട്ട് ചിലപ്പോൾ ഈ ബോർ ആറ്റം മോഡലിലോട്ട് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ റൂദർഫോർഡ് ആറ്റം മോഡൽ നിൽക്കട്ടെ എന്ത് നമ്മൾ ബോറിലോട്ട് വന്നു എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാണ്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു റൂദർഫോർഡ് കുറച്ച് ഐഡിയാസ് കൂടി പ്ലാനറ്ററി മോഡലായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൂടി ഒന്ന് നോക്കുക. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉറപ്പിച്ച് പറയുന്നില്ല, ബട്ട് എന്നാലും ഒരു പോസിബിലിറ്റിയോടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് നമ്മുടെ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ഈ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ ഈ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്തിനാണ്? ഫോർ ഡിസ്കസിങ് അബൌട്ട് ദ
മൈക്രോ പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് വളരെ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഈ ലാർജർ ക്വാണ്ടം നമ്പേഴ്സ് ആകുമ്പോൾ, ഓക്കെ, ലാർജർ ക്വാണ്ടം നമ്പേഴ്സ് ആകുക മീൻസ് പാർട്ടിക്കിളിന്റെ സൈസ് ഇൻക്രീസ് വരിക. ഓക്കെ, പാർട്ടിക്കിളിന്റെ സൈസ് കൂടി വരുന്ന അനുസരിച്ച് വരുന്ന സമയത്ത് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് ചെയ്ത് മാറും, ക്വാണ്ടം മെക്കാനിക്സ് നേരെ ഇതിലോട്ട് മാറും, ക്ലാസിക്കൽ തിയറിയിലോട്ട് മാറും. മനസ്സിലായോ? അതായത് there is a principle means that when the quantum numbers is large, frequency given by the electromagnetic radiation and Bohr theories are same in the quantum numbers. Okay, അതായത് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് കൂടുമ്പോൾ, ക്വാണ്ടം നമ്പേഴ്സ് കൂടുക മീൻസ് പാർട്ടിക്കിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. ആസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് ദ ക്വാണ്ടം മെക്കാനിക്സ് വിൽ ഡീവിയേറ്റ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ വെച്ച് അത് ചെയ്യാൻ പറ്റില്ല, നേരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ട് പോകേണ്ടി വരും, ക്ലാസിക്കൽ മെക്കാനിക്സിലോട്ട് പോകേണ്ടി വരും. എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് എന്തുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു സർട്ടൻ കണ്ടീഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ഹയർ ഒബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുന്നുണ്ടോ? ഇല്ല. അത് ചെറിയ ഒബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇല്ല, അവിടെ എടുക്കുന്നില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഡെറിവേഷൻ നോക്കി വന്നാൽ മതി. നമ്മൾ ആ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഓക്കെ, ആ ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ടൈമില്ല. നിങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാനത് അല്ലാതെ ടൈം എടുത്ത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്, ആ ഒരു ഡെറിവേഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എപ്പോഴാണ് നമ്മൾ കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ബോർ തിയറിന്ന്. ഓക്കെ, എന്താണ് ബോർ തിയറി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കണ്ടീഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ RN റേഡിയസ് ഇക്വേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് RN is equal to n²h divided by 2π MC ആൽഫ. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു, എന്ത് ചെയ്തു, ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ഇതിന് എന്തുകൊണ്ട് കൊണ്ടുവരും, ഇതിൽ ഈ ഒരു ബേസിസിലെ റേഡിയസ് നോക്കി വന്നാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ടൈമിന്റെ ഇക്വേഷൻ കൊണ്ടുവരാൻ പറ്റും. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്രീക്വൻസി വെച്ചാൽ ടൈമിന്റെ ഇൻവേഴ്സ് ആണ്. ഫ്രീക്വൻസി മീൻസ് ടൈമിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഇതെല്ലാം ക്ലാസിക്കൽ തിയറീസ്, റേഡിയസ്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ഇതെല്ലാം എന്താണ്, ക്ലാസിക്കൽ തിയറീസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ഒരു ബേസിസിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഇത് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ലാസ്റ്റ് ഇതിനോട് എത്തിക്കുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് എഫ് ഇസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എഫ് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഫ്രീക്വൻസിയാണ്, ന്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടം ഫ്രീക്വൻസിയാണ്. മനസ്സിലായോ? എഫ് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഫ്രീക്വൻസിയും ന്യൂ എന്ന് വെച്ചാൽ എന്താണ്, ക്വാണ്ടം ഫ്രീക്വൻസിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയാം, ദാറ്റ്സ് എ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഇൻ ആൻ ഇലക്ട്രോൺ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ഇലക്ട്രോൺ. അതായത് ഒരു സർക്കുലർ ഓർബിറ്റ് കൂടി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഫ്രീക്വൻസി തന്നെയാണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഓർബിറ്റിലോട്ട് പോകുന്ന സമയത്ത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാം. ഇപ്പോൾ രണ്ട് ഫ്രീക്വൻസീസ് ഈക്വലാണ്. അതായത് ഹയർ വേയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ആസ് ദ എന്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ക്വാണ്ടം നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടം തിയറീസ് എന്നോട്ട് മാറും, നേരെ ക്ലാസിക്കൽ തിയറീസിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ബോർ ആറ്റം മോഡൽ ആൻഡ് ഗീവ് ദ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് essay ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, നമുക്കൊന്ന് ജസ്റ്റ് കോപ്പി എടുത്തു വിടാം. ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് പ്രോബ്ലം സെക്ഷൻസ് അല്ല, ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, essay ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് കോംപ്റ്റ് എഫക്ട്, ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കോംപ്റ്റ് ഷിഫ്റ്റ്. അറിയാലോ എന്താണ്, കറക്റ്റ് ഫിഗർ കൊടുക്കണം കേട്ടോ, ഫിഗേഴ്സ് വിത്ത് ഫിഗറാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഡെറൈവ് നെസസറി ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബോർ ആറ്റം മോഡലിൽ ചോദിക്കുന്നുള്ളൂ. നെസസറി ഇക്വേഷൻ മീൻസ് റേഡിയസിന്റെ ഇക്വേഷൻ
വെലോസിറ്റി ഇക്വേഷൻ, പിന്നെ എന്താണ് എനർജി ഇക്വേഷൻ, ഇത്രയാണ് ചോദിക്കുന്നത്. നമ്മുടെ എന്താ സീരീസിലോട്ട് പോകണ്ട. ഓക്കെ, ഹൈഡ്രജൻ സ്പെക്ട്രം അതിലോട്ട് പോകണമെന്നില്ല, കാരണം ടൈം നമുക്കിവിടെ കിട്ടത്തില്ല. ഇക്വേഷൻസ് ഡെറിവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സമയമാവും. സ്പെക്ട്രത്തെ കുറിച്ചോടെ പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ. ഓക്കെ, വേണ്ട റിബർ കോൺസ്റ്റന്റ് ഇക്വേഷൻ എനർജി ഡിഫറൻസ് വെച്ച് അതുകൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഡെറിവ് ചെയ്യാം. സ്പെക്ട്രലോട്ട് പോകേണ്ട ആവശ്യമോടെ വരുന്നില്ല. ഓക്കെ, ദെൻ derive the expression for energy of an hydrogen atom and obtain the frequency of spectral lines of hydrogen-like atom. Okay, അപ്പോൾ ഇത് നോക്കുക, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം സ്പെക്ട്രംസ് ഡെറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു എന്താ ഹൈഡ്രജൻ സീരീസിലെ അതാണ് ചോദിക്കുന്നത്. ആ ഒരു ഞാൻ എൻ്റെ ആൻസർ സെൻഡ് ചെയ്ത് തരാം കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ discuss the inequalities of classical mechanics, explain the disparity of Rutherford atom and Bohr-Moll explanation. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മുൻപത്തെ സിലബസിൽ റുദർഫോർഡ് ആറ്റം മെൻഷൻഡ് ആണോ അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും മുൻപ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് റുദർഫോർഡ് ആറ്റം പോലെ ഇങ്ങനെ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ബട്ട് അതിനകത്ത് എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും റുദർഫോർഡ് ആറ്റം മോളിലൂടെ ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം, അതിൽ നിന്ന് എങ്ങനെയാണ് ബോറിലോട്ട് വന്നത്. കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതാണ് ഇൻഎഡിക്വൻസി ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ആ ഒരു എന്താ ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതൊക്കെ കൊടുത്താൽ അതൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിന് ശേഷം നമ്മുടെ റുദർഫോർഡ് ആറ്റത്തിലോട്ട് കൊണ്ടുവരിക അതിനെ. കാരണം അവിടെ നമുക്ക് എന്താ ഡിസ്ക്രീറ്റ്, അത് മെയിൻലി ആ ഒരു വാക്കാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് എല്ലാം കണ്ടിന്യൂസും ക്വാണ്ടം മെക്കാനിക്സ് എന്ത് ചെയ്തു, എല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പാക്കറ്റ്സ് ഓഫ് എനർജീസ് ക്വാണ്ടസ് ആയിട്ട് പോകുന്നുണ്ട്, മനസ്സിലായോ? ഓക്കെ, അതാണ് മെയിൻലി ആ ഒരു വാക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മാർക്കോടെ കിട്ടും. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു വേർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു സെക്ഷനിൽ വരുന്നത്, നമ്മുടെ essay ക്വസ്റ്റ്യൻസിൽ വരുന്നത്. പിന്നെ ഇതിലിപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അറിയായിരിക്കും, എങ്ങനെ ചോദിക്കും വാട്ട് ഈസ് കോണ്ടന്റ് എഫക്റ്റ്, ആ ഒരു വേയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ സെക്ഷനിൽ ഡസ് ദ കൺസെപ്റ്റ് ഓഫ് ബോർ റേഡിയസ് വൈ ദ അൺസർട്ടനിറ്റി ഡിസ്കസ് ചെയ്യാം. പോസ്റ്റേഴ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, എക്സ്പ്ലെയിൻ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, compare disparity of Rutherford atom model and Bohr atom model. മനസ്സിലായി, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. എൻ്റെ ആൻസർ ഞാൻ ഒന്ന് എടുത്ത് സെൻഡ് ചെയ്യാം, പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് സെൻഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ ആ ഒരു സെക്ഷൻസ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇത് കോമ്പറ്റൻസ് ഷിഫ്റ്റിംഗ് അതിൽ പറയാം. ഇനി പ്രത്യേകിച്ച് ഒരു ടൈം വേണ്ട, ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കാം. വേറൊന്നുമില്ല, ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എക്സ്റേ വേഗം 1 ആംസ്ട്രോങ് ആണ്, സ്കാറ്ററിംഗ് ഉണ്ട്, 90 ഡിഗ്രി ആണ് ആംഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു h/, ഇതിപ്പോൾ ഡയറക്റ്റ്ലി ഡെൽറ്റ ലാംഡ മൈനസ് ലാംഡ ഡാഷ് ആ ഒരു ഇക്വേഷൻ നമുക്ക് ഷിഫ്റ്റ് ഡിറ്റർമിൻ ചെയ്താൽ മതി. ഇത് നമ്മുടെ ഫ്രീക്വൻസി വിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ഏതാ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെലോസിറ്റി വി ഇക്വേഷൻ, വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രോബ്ലം സെക്ഷൻസ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കോമൺ എഫക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിനകത്തോട് വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു PDF ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഡൗട്ട് നിങ്ങൾ ചോദിക്കാം. നമ്മളിപ്പോൾ ഞാൻ കോമൺ എഫക്റ്റിൽ ഏറ്റവും മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു വേയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തത് അല്ല ഡിസ്കസ് ചെയ്തിട്ട്, അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടിക്കാണും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് ചോദിച്ചാൽ മതി, നമുക്കിത് ഡിസ്കസ് ചെയ്യാം. വരുന്നൊരു സെക്ഷനിൽ കൂടി നമുക്ക് നോക്കാം, 1-2 പ്രോബ്ലംസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സെക്ഷൻസിൽ അത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ റെക്കോർഡ് സെക്ഷൻ കാണുന്നവർ കണ്ടിട്ട് എവിടെയെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ്സ് അബൌട്ട് ദ ഡി ബ്രോഗ്ലി വേവ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ്സ് മീൻസ് നമ്മുടെ വേവ് കോൺസെപ്റ്റും. ഓക്കെ, വേവ് കോൺസെപ്റ്റും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.